നമസ്കാരം, ഞാൻ ശരത്തപ്പാനി. എനിക്ക് ചെറുപ്പം മുതലേ അഭിനയത്തിനോടാണ് താല്പര്യം. എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാടധികം നാടക കലാകാരന്മാരും നാടൻപാട്ടിൻ്റെ കലാകാരന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ നിന്നതും വളർന്നതും എല്ലാം എനിക്ക് തോന്നുന്നു ഒരുപാടധികം കലാകാരന്മാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ ജീവിച്ചത്. വീടിൻ്റെ അടുത്ത് തന്നെ കലാമന്ദിരം എന്ന് പറയുന്നൊരു നാടക സമിതിയുണ്ട്. അവിടെ ജിജി കലാമന്ദിരം എന്ന് പറയുന്നൊരു നാടക പ്രവർത്തകനുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കല ടീച്ചറാണ്. എന്നെ ആദ്യമായിട്ട് എന്നെ അക്ഷരം എഴുതിപ്പിച്ചത് ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ പേര് എന്നെ കല എന്നാണ്. അപ്പോൾ ടീച്ചറാണ് ഒരു പക്ഷേ എൻ്റെ വളരെ കുഞ്ഞുനാൾ മുതൽ ഈ പറഞ്ഞ കലാഫീൽഡിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മാമ്മ ഈ പറഞ്ഞ കലാപരമായ കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്തൊട്ട് എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്നൊരു ആളാണ്. ഇവർ രണ്ടുപേരും ഇപ്പം ഇല്ല, അമ്മയും ഇല്ല, ടീച്ചറും ഇല്ല. എനിക്ക് തോന്നുന്നു വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ സ്കൂളിലെ അധ്യാപകരും നാട്ടിലെ നാട്ടുകാരും എല്ലാവരും എന്നെ ഒരു കലാകാരനായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. സ്കൂളിൽ ഓരോരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ ഡാൻസ് പെർഫോം ചെയ്യുമ്പോഴൊക്കെ അവർ എന്നെ വളരെ കുഞ്ഞുനാൾ മുതൽ കണ്ടുവരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞ ജിജി കലാമന്ദിരം ഞാൻ പറഞ്ഞില്ലേ, അവിടെ നാടകത്തിലെ എൻ്റെ നാടകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരനാണ്, നാടക പ്രവർത്തകനാണ്. ഏകദേശം എനിക്കൊന്ന് ഒരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി സെക്ഷനിലേക്ക് മാറുന്നൊരു ടൈമിലാണ്. ആ സമയത്തേക്കും എനിക്ക് തോന്നുന്നു നാടകം എന്ന് പറയുന്ന കല അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനോട് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രയധികം അടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയും. എൻ്റെ നല്ല കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് പ്രൊഫഷണൽ നാടകങ്ങളിലും ബാലകളിലും സ്കിറ്റുകളിലൊക്കെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു AC തിയേറ്റർ ഹാളിൽ പെർഫോം ചെയ്തു വന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് ക്രൗഡുള്ള ഉത്സവപ്പറമ്പുകളിലും അങ്ങനെ തിരുവനാടകങ്ങളിലൊക്കെ പെർഫോം ചെയ്ത് തന്നെയാണ് ഞാൻ ഒരുപക്ഷെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എത്തിയത്. കാവാല സാർ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ 2 നാടകങ്ങളിൽ ഭാഗമാകാൻ പറ്റി. അപ്പോൾ ഹയർ സെക്കൻഡറി ഞാൻ പഠിച്ചത് കവടിയാർ സാൽവേഷൻ ആർമി ഹയർ സെക്കൻഡറി സ്കൂളാണ് തിരുവനന്തപുരത്ത്. അപ്പം അവിടെ എനിക്കൊന്ന് കലോത്സവങ്ങൾക്കൊന്നും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സ്കൂളാണ്. എന്നാലും കലോത്സവങ്ങളുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. അങ്ങനെ ഹയർ സെക്കൻഡറി പാസ്സായതിനു ശേഷം പല ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ പല ഭാഗങ്ങളിലേക്ക് പോയി. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ അവരോട് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് എനിക്കിതാണ്, എൻ്റെ ആക്ടിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കാൻ പോവാം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ വീട്ടിലത് സമ്മതിച്ചില്ല. വീട്ടിൽ സമ്മതിക്കാത്ത കാര്യം അറിയാമല്ലോ, വളരെ സാഹചര്യങ്ങൾ ആ സമയത്തെ സാഹചര്യങ്ങൾ വളരെയധികം മോശമായിരുന്നു. കാര്യം അച്ഛൻ സാധാരണ ജോലിക്കാരനാണ്, പിന്നെ അന്നു കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനാണ് വീട്ടിലെ മൂത്ത മകൻ. അപ്പോൾ എന്നെക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രതീക്ഷ ഞാൻ ഒരിക്കലും കൈവിടാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയൊരു സൊല്യൂഷൻ കറസ്പോണ്ടായിട്ട് ഡിഗ്രി എടുക്കുക, കൂടെ നാടകവും കൊണ്ട് നടക്കുക, പ്ലസ് ജോലിക്ക് പോവുക. അപ്പോൾ ആ ഒരു ടൈം എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ടൈമാണ്. +2 കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഒരു 3-4 വർഷം ഞാൻ സ്ട്രഗിളിങ്ങിൻ്റെ ഏറ്റവും പീക്ക് ലെവലായിരുന്നു. ഡിഗ്രി പഠിക്കണമെങ്കിൽ കറസ്പോണ്ടായിട്ട് പഠിക്കണമെങ്കിൽ അവിടെ ഫീസ് അടയ്ക്കണം, പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ആക്ടിങ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയ ഒരു സമയമായിരുന്നു എൻ്റെ ആ ഒരു ടൈം. കാരണം ഒരു പക്ഷേ +2 എല്ലാം പാസ്സായിട്ട് ഒരു അടിച്ചുപൊളി ക്യാമ്പസ് ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് പാറിപ്പറന്ന് നടക്കേണ്ട ഒരു സമയത്ത് ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് കാണുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈമായിരുന്നു ആ സമയത്തുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായത് ആ സമയത്താണ്. എനിക്ക് തോന്നുന്നു ജോലി കഴിഞ്ഞ് രാവിലെ മുതൽ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നാടകത്തിൻ്റെ പ്രാക്ടീസിന് പോകും. അപ്പം നാടകം ഡിഗ്രിക്ക് പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. അപ്പോൾ അതിങ്ങനെ സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല. കാര്യം എല്ലാത്തിനും അതിൻ്റേതായൊരു സുഖം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്തൊരു സന്തോഷം ഞാൻ അതിലും കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറെ രാത്രിയായിട്ടാണ് വീട്ടിൽ വരുന്നത്. കാര്യം നാടകത്തിൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്തും
വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ പഠിക്കണം. അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പോയി. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞാനങ്ങനെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വഴികളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് എനിക്കൊരിക്കലും എത്താൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് ആക്ടിങ്ങിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കയ്യിൽ ഫിനാൻഷ്യൽ ഇല്ല, നമുക്കതിനുള്ളൊരു ഒരു തരത്തിൽ പോലും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു എന്താ പറയുക, എൻ്റെ ഫാമിലി എന്നല്ല, എൻ്റെ അകന്ന ഫാമിലി പോലും ഈ പറഞ്ഞ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലം അല്പം ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അപ്പം അവിടെ നാടകം കളിച്ചും അവിടുത്തെ ഉത്സവപ്പറമ്പുകളിൽ നാടകം കളിച്ചും അവിടുത്തെ നാട്ടുകാരുടെ ഇടയിൽ പെർഫോം ചെയ്തും അവിടെ തിരുവനന്തപുരത്തുള്ള നാടക വേദികളിൽ പങ്കെടുക്കുകയും അവിടുത്തെ തിരുവോര നാടകങ്ങളിൽ ഭാഗമാവുകയും മാനവീയം റോഡുകൾ ഭാഗമാവുകയും അങ്ങനെയൊക്കെ ചെയ്ത് തിരുവനന്തപുരം ജില്ല കടന്നു കൊല്ലം, കായംകുളം, അങ്ങനെ പല 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 സ്ഥലങ്ങളിൽ, ഇപ്പോൾ കായംകുളം എന്ന് പറയാൻ കാരണം KPSC, അങ്ങനെ പല സ്ഥലങ്ങളിലും നാടകങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരുപാട് ഓടി കഴിഞ്ഞിട്ടാണ് കാലടിയിൽ PG പഠിക്കാനായിട്ട് എത്തുന്നത്. അവിടെ തിയേറ്റർ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ സൈക്ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഡ്രാമ ചെയ്തിട്ടുണ്ട്. എനിക്ക് അജിത് കണ്ണൻ എന്ന ഡയറക്ടറുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു സീരിയസ് പ്ലേയിൽ ഞാൻ സൈക്ലിസ്റ്റായിട്ട് അഭിനയിച്ചു. അപ്പോൾ ആ നാടകമാണ് ഒരു പക്ഷേ ഞാൻ അതുവരെ ചെയ്ത നാടകത്തിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നാടകം സൈക്ലിസ്റ്റായിരുന്നു. അതോടുകൂടിയാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡ്രാമ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇതൊന്നുമല്ല ഞാൻ കണ്ടതും പഠിച്ചതൊന്നും അല്ല ആക്ടിങ്, വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയും അവിടെ നിന്ന് നേരെ കാലടിയിലേക്ക് PG തിയേറ്റർ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ആ കാലടിയിൽ ഞാൻ PG അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ബാക്കിലോട്ടുള്ളൊരു ലൈഫായിരുന്നു ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പ്രൊഫഷണലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത സ്ഥലം. എനിക്ക് തോന്നുന്നു എറണാകുളത്തും പല പല ജോലികൾ, ബ്രഹ്മാൾ ഉൾപ്പെടെയുള്ള മാളുകളിലും തിയേറ്ററുകളിലും അങ്ങനെ ഒരുപാടധികം ജോലികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്നൊരു മേഖല അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ എത്താൻ പറ്റാത്ത മേഖലയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടി വന്നാൽ മാത്രമേ സക്സസ്സിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാവരും ഇപ്പം അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ ഞാൻ കൊണ്ട് നടക്കുന്നു. കാര്യം ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ ആലോചിക്കുമ്പോൾ. ഇപ്പം പല ലൊക്കേഷനുകളിലും നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ മുൻപേ ചെയ്ത കാര്യങ്ങളും മുൻപേ ചെയ്ത ജോലികളും അതിനുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആലോചിച്ച് ചിരിക്കാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും തോറ്റു പോകുമ്പോൾ നമുക്ക് ഒന്ന് കൈപിടിച്ച് ധൈര്യത്തോടെ നിർത്താൻ പറ്റുന്ന അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളായിരിക്കാം. മറ്റൊന്നും ഫാമിലി എടുത്തു പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയൊക്കെ അച്ഛനൊക്കെ വളരെ സാധാരണ ജോലിയിൽ നിന്ന് അന്നൊന്നും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കലയിൽ നമ്മൾ ഒരിടത്തും എത്തുമോ എത്തില്ല എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം ഫാമിലിക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നു, സിനിമയിലേക്ക് എത്തുന്നു. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ എല്ലാ സമയത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിനയം അല്ലെങ്കിൽ തന്നെ ആർട്ടുമായിട്ട് കണക്ട് ചെയ്ത ഏതെങ്കിലും മേഖലയുമായിട്ട് എനിക്കൊരു സമയം പങ്കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാലടിയിലെത്തുന്നത്. കാലടിയിൽ PG തിയേറ്റർ അഡ്മിഷൻ എടുത്തു. എൻ്റെ അധ്യാപകർ ഗോവൻ ചിദംബരം മാഷ്, രമേശ് വർമ്മ, ഉഷാ നങ്ങേരി ടീച്ചർ, മധു മാഷ്, KK മാഷ്, ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും ഇവരുടെ എല്ലാവരുടെയും ഒരു നോളജൊക്കെ നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി എൻ്റെ കോളേജിൽ നിന്ന്. ഒരിക്കലും ഞാൻ അതുവരെ എൻ്റെ ഒരു കാലടിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എത്രമാത്രം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് കാലടിയിൽ അഡ്മിഷൻ തുടങ്ങി അവിടെ തൊട്ട് മാറിയായിരുന്നു. അവിടെ തൊട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് എൻജോയ് ചെയ്തു എൻ്റെ കോളേജിൽ. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന അഭിനയമാണ്. എനിക്ക് അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ കാലടി യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് അധ്യാപകർ, ഒരുപാട് നാടകങ്ങൾ ഭാഗമാകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ അവിടെ മുമ്പിലോട്ട് പോകുമ്പോഴാണ് എനിക്ക് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ സിനിമയുടെ ഓഡീഷൻ. ഞാൻ അതിനു മുമ്പ് ഒരുപാടധികം ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ വന്ന് ഓഡീഷൻ നടത്തിയിട്ട് തിരിച്ച് രാവിലത്തെ ട്രെയിനിൽ തിരിച്ചു പോവുകയും രാവിലെ ഓഡീഷൻ വന്നിട്ട് പല ഓഡീഷൻ നടക്കാതെ
ബുദ്ധിമുട്ടി ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നിന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സുഹൃത്ത് ഒരു സിനിമയിലേക്ക് വേഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ എറണാകുളത്ത് വിളിച്ചു വരുത്തിയിട്ട് തിരിച്ച് ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. പിന്നെ അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ്റെ ഇതിൽ നിന്ന് രാത്രിയൊക്കെ ആയപ്പോൾ കള്ളവണ്ടിയൊക്കെ കയറി തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട എല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സിനിമയിൽ നിലനിന്ന് പോകാനായിട്ടും സിനിമയിൽ ഓരോ വരുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റണം, അതിൻ്റെ സ്ട്രഗിളിങ് ഉണ്ട്. കഥാപാത്രങ്ങൾക്കിടയിലുള്ള സ്ട്രഗിളിങ് ഉണ്ട്. പിന്നെ സമയത്തിൻ്റെ ഒരു സ്ട്രഗിളിങ് ഉണ്ട്. പിന്നെ നമുക്ക് സിനിമ ഇല്ലാതെ വരുമ്പോഴുള്ള സ്ട്രഗിൾ. ഇപ്പോൾ എല്ലാ സമയത്തും എല്ലാ മനുഷ്യർക്കും സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളെന്താണോ നമ്മളുടെ സ്വപ്നം, നമ്മളെന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ നമ്മൾ രാവിലെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് രാവിലെ ഓഡീഷനൊക്കെ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്താണ് പരിപാടി, എന്താണ് ഇപ്പോഴും ഇത്ര വയസ്സായില്ലേ, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരോടൊക്കെ ഇപ്പോൾ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുക. നമ്മളെ യാത്രയിൽ ഒരുപാട് നെഗറ്റീവ്സ് വരും. ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണോ നമുക്ക് ആഗ്രഹം അതിലേക്ക് നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് കാര്യം. പല സ്ഥലത്തും നമ്മൾ തോറ്റെന്ന് വരാം, പല സ്ഥലത്തും നമ്മൾ ഒഴിവാക്കപ്പെട്ടെന്ന് വരാം, പല സമയത്തും നമ്മൾ കളിയാക്കലിന് ഇരയായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു പോസിറ്റീവ് വൈബായിട്ട് എടുത്തിട്ട്, ആ സമയത്ത് നമുക്ക് വിഷമം വരും, ഇപ്പോൾ എനിക്കും വിഷമം വരും, പക്ഷെ അതെല്ലാം ഒരു പോസിറ്റീവ് വൈബായിട്ട് എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ട്രാവൽ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ പറയുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ സക്സസ്സിലേക്ക് എത്തിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഒരു സക്സസ്സിലേക്കൊന്നും എത്തിയിട്ടില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്. ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം, ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവണം. ഇപ്പോൾ 2 മക്കളാണ്. ഒരുപാട് നല്ല ഒരു അച്ഛനായിട്ട് ഒരുപാട് കാലം ജീവിക്കണം, നല്ല ഭർത്താവായിട്ട് ഒരുപാട് കാലം ജീവിക്കണം, നല്ല മകനായിട്ട് ജീവിക്കണം. എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുടെ നല്ല സുഹൃത്തായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആദ്യ സിനിമ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എൻ്റെ ആദ്യ സിനിമ അറിയാമല്ലോ, അങ്കമാലി ഡയറീസിലേക്ക് ഞാൻ എത്തുന്ന ഓഡീഷൻ വഴിയാണ്. ലിജു ചേട്ടൻ, ചെമ്പൻ ചേട്ടൻ, ഈ പറഞ്ഞ അതിൻ്റെ പ്രൊഡ്യൂസറായ ഫ്രൈഡേ മൂവീസ് വിജയ് ബാബു സാറ്, ഇവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ആ സമയം തൊട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ചെയ്യുമ്പം ഒരുപക്ഷെ നമ്മളങ്ങനെ പ്രിപ്പയറായി ചെയ്ത ക്യാരക്ടറൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഫുള്ള് കല്ലും മണ്ണൊക്കെ നിറഞ്ഞ ഭീകരமான വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ സോഫ്റ്റ് ആയിട്ടുള്ള വഴികളൊന്നുമില്ല. അതുകൊണ്ട് ഇനിയൊരു തിരിഞ്ഞു പോക്ക് ജീവിതത്തിലേക്ക് പോകണോ വേണ്ടോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, എത്രത്തോളം ഭംഗിയാക്കാനുള്ളൊരു ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ അങ്കമാലിയിൽ നടന്നത്. പിന്നെ ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. അറിയാമല്ലോ, നമുക്ക് ലൈവാണ്, എല്ലാം റിയലിസ്റ്റിക്കാണ്. അപ്പം അത്രയും എളുപ്പം വരുന്നത്, അത്രയും എളുപ്പമൊന്നുമല്ല, അത്രയും എഫേർട്ട് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആ സിനിമയിൽ ആദ്യമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത ലിജോ ചേട്ടനും ചെമ്പൻ ചേട്ടനും വിജയ് ബാബു സാർ എല്ലാവരോടും എപ്പോഴും ഹൃദയം നിറഞ്ഞ വാക്കുകൾ നന്ദി ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ അതിനുശേഷം ചെയ്ത എല്ലാ സിനിമകളും, ഇപ്പം ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അത് ചെറുത് വലുത് എന്നുള്ളതല്ല, കിട്ടുന്ന എന്ത് ക്യാരക്ടർ തന്നെയായാലും വളരെ സത്യസന്ധമായിട്ട് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളിൽ ചിലതൊക്കെ സക്സസ് ആവാറുണ്ട്, ചിലതൊക്കെ സക്സസ് ആവാതെ പോകാനുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അവിടെയൊന്നും തോറ്റു കൊടുക്കില്ല. നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ ഫുൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ജീവിതത്തിൽ. പിന്നെ എനിക്കൊരിക്കലും ഓർക്കാൻ പറ്റാത്ത കുറേ വേഷങ്ങൾ, അങ്കമാലിക്ക് ശേഷം ഓട്ടോ ശങ്കർ ഒരു പക്ഷേ ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കോ സീരിയസ് കില്ലറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ്. ഒരാളുടെ ബയോഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ആ ക്യാരക്ടറിൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻസുകളിൽ 1% പോലും നമ്മളതൊരു കോട്ടം വിട്ടാൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഇന്നും ലൈവിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രതിബദ്ധതയുള്ളൊരു ക്യാരക്ടറാണ് ഓട്ടോ ശങ്കറായിരുന്നത്. അപ്പം ആ ക്യാരക്ടറിലേക്ക് എത്താനായിട്ട് ഒരുപാട് വർക്ക്ഷോപ്പുകളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരു ആക്ടർ നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ശ്രമിച്ചു. അങ്ങനെ ആയി വന്നതുകൊണ്ട് ഓട്ടോ ശങ്കർ അത്രയും നന്നായിട്ട് ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റി. പിന്നെ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമകളും അതുപോലെ തന്നെ വരുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ അത് കഥാപാത്രങ്ങളുടെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കി, ഡയറക്ടർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനായിട്ട് എനിക്ക്
മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും എൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ആ ക്യാരക്ടറിന് എത്രത്തോളം പൂർണ്ണത വരുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു ആക്ടർ എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് ഒരുപാട് വലിയ വലിയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്ക് ഓരോ സമയത്തും എനിക്ക് പുതിയതായിട്ട് വരുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അത് ചെയ്തുകൊണ്ട് തന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങളിലേക്ക് ഞാൻ മാറും എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാര്യം ഞാൻ അത് ഉറപ്പ് പറയാൻ പറ്റും എന്ന് പറയാൻ കാര്യം എനിക്ക് എൻ്റെ ഊണിലും ഉറക്കത്തിലും എപ്പോഴും സിനിമയും അഭിനയവും അല്ലെങ്കിൽ ഇതുപോലുള്ള ആർട്ട് ഫോമുകൾ മാത്രമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എപ്പോഴും എനിക്ക് കിട്ടുന്ന വേഷങ്ങളും എനിക്ക് കിട്ടുന്ന മേഖലകളിൽ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ നിൽക്കും. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സിനിമയെ ആഗ്രഹിക്കുകയും ഒരുപാട് ഈ പറഞ്ഞ മേഖലയിലേക്ക് എത്താനായിട്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടൊരു വ്യക്തിയാണ്. ഒരുപാട് നാൾ രാത്രി കിടന്ന് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ പല രാത്രികളിലും. അത് എനിക്കും എൻ്റെ തലയിണയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇന്ന് ഞാനിപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഞാനിപ്പോഴും ഫൈറ്റ് ചെയ്ത് എന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്സിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. വെറുതെ അല്ലല്ലോ പറയുന്നത്, നമ്മളതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ എപ്പോഴും റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുകൾ സിനിമയ്ക്ക് ഉപയോഗം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെരുവ് നാടകങ്ങൾ കളിക്കുമ്പോൾ നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളവിടെ തെരുവ് നാടകം കളിക്കുന്നത്. അപ്പോൾ അവിടെ തെരുവ് നാടകം ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെ ഇടപെടലുകളും പിന്നെ നമുക്ക് സ്പോട്ടിൽ ഡയലോഗുകൾ മാറ്റേണ്ടി വരും, ചില സമയങ്ങളിൽ സ്പോട്ടിൽ പെർഫോമൻസിൻ്റെ രീതികൾ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുകൾ എനിക്ക് സിനിമയിലെത്തുമ്പോൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന നാടകം എൻ്റെ ജീവിതത്തിന് മാറ്റിമറിച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാടകത്തിൽ ക്യാരക്ടറിൻ്റെ പ്രത്യേകത അദ്ദേഹം തൻ്റെ ബൈസൈക്കിളിൽ അദ്ദേഹം ഒരു മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് സൈക്കിളെ ചവിട്ടി പോകുന്നതാണ്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. അവർ നിൽക്കുന്നൊരു സ്പേസിൽ നിന്നുകൊണ്ട് അവരുടെ ഡ്രീമിലേക്ക് പറക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ആ നാടകത്തിന് ശേഷം ഒരുപാടധികം എൻ്റെ ആക്ടിങ് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും നാടകങ്ങൾ ചെയ്യണമെന്ന് ഇനി ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ സിനിമയുടെ തിരക്ക് കാരണമാണ് നാടകം ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇതെല്ലാം മാറി ഞാൻ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു നാടകങ്ങളിൽ ഭാഗമാവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുകയും ചെയ്യും. രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നാടകത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സങ്കടം തരുന്ന അനുഭവങ്ങൾ നാടകത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വേണം. ഒരു മനുഷ്യന് സന്തോഷം മാത്രം പോരാ, സങ്കടവും എല്ലാം വേണം. ഇപ്പം നമ്മൾ തിരിച്ചറിവ് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ജീവിതത്തിൽ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളെല്ലാം തന്നെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ആ കഥാപാത്രത്തിന് എത്രത്തോളം പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മുടേതായ രീതിയിൽ റിസർച്ച് നടത്തിയൊക്കെ തന്നെയാണ് ചെയ്യാൻ സമീപിക്കുന്നത്. ബാക്കിയൊക്കെ ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസിൻ്റെ കയ്യിലാണ്. ആ ഒരു സമയം എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. സോ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമകളിൽ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവരുടെയും ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയാണ് മെയിനായിട്ട് വേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു അത്രത്തോളം അത് സക്സസ്സിലേക്ക് എത്തും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. മറ്റൊന്നുമില്ല, സന്തോഷം.